നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് തീരദേശത്തൂടെ ഒരു യാത്രയാണ്. അപ്പം യാത്രയ്ക്ക് ഇറങ്ങിയ സമയത്ത് കടൽ കണ്ട് മോനുണ്ട് കൂടെ. മോനെ കടലൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി. എന്താ, കടലിൻ്റെ തൊട്ട് തീരത്തൂടാണ് റോഡ്. നമ്മുടെ വീടിൻ്റെ അടുക്കൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരത്തിൽ കടലാണ്. അപ്പോൾ അതൊന്ന് കണ്ട് ആ വഴി പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. തീരദേശത്തൂടെ എപ്പോൾ യാത്ര ചെയ്താലും നമ്മളിവിടെ ഇറങ്ങുന്നതാണ്. ഇറങ്ങി നോക്കൂ, കടലുമൊക്കെ കണ്ടിട്ട് പോകാൻ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിലൊരു ഉദ്ദേശവും കൊണ്ടുണ്ട്. നമ്മൾ മിക്കവാറും കാണുന്നുണ്ട് പിള്ളേരെയൊക്കെ കൂട്ടി കടൽ കാണാൻ പോകുന്നു, എന്നിട്ട് തിരയിൽ അകപ്പെടുന്നു. അതിനൊന്നും ആരും ചെയ്യരുത്. പിള്ളേരുടെ സന്തോഷത്തിനാണ് നമ്മൾ ഈ കടൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു പരിധി വിട്ട് അതിനപ്പുറത്തോട്ട് പോകാൻ നിൽക്കരുത്, സന്തോഷം കെടുത്തരുത്. ഇപ്പോൾ പിള്ളേരൊക്കെ കാണണമെന്ന് പറഞ്ഞാൽ, എൻ്റെ മോനിപ്പോൾ കടൽ കാണണമെന്ന് പറഞ്ഞ് ഞാൻ പോയി അതിൻ്റെ തീരത്ത് നിന്ന് അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ കാണിക്കുക. ആ സന്തോഷം കെടാൻ വേണ്ടിയുള്ള കാര്യം നമ്മൾ ചെയ്യരുത്. കണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു പോകുക എന്നുള്ളതാണ്. ഞാൻ കടലിലോട്ട് ഇറങ്ങാൻ ശ്രമിച്ചാലല്ലേ അവനും ഇറങ്ങുന്നത്. അപ്പം ഞാൻ ഇറങ്ങാൻ ശ്രമിക്കുന്നില്ല. കരയിൽ നിന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ, അതൊന്ന് തിര വരുന്നതും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുക. നമ്മൾ മിക്കവാറും കാണുന്നുണ്ട് പിള്ളേരുമായിട്ട് പോയിട്ട് കടലിൽ തിരയപ്പെടുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ആ സന്തോഷത്തിന് വേണ്ടിയാണ് കടലിൽ പോകുന്നത്. അത് ദുഃഖമായി മാറരുത് ഒരിക്കലും. അതുകൊണ്ട് നമ്മൾ മുതിർന്ന ആൾക്കാർ, നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു അകലം കീപ്പ് ചെയ്ത് നിൽക്കുക. അത് കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കുക. അത് കാണിച്ചു കൊടുക്കുക. ആ ഭംഗി, തിരയടിച്ച് വരുന്ന ഭംഗി കാണുക. അതിനകത്ത് കടലിൽ ഇറങ്ങി കിടന്ന് കളിക്കണമെന്ന് താല്പര്യം ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് പറയുക. നമ്മൾ കുട്ടികളുമായിട്ടൊക്കെ പോയിട്ട് കുട്ടികൾ പെട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ തിര തിരിച്ച് അങ്ങോട്ട് അടിക്കുമ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ബൈ.